എപ്പിസോഡിന്റെ തുടക്കത്തില് നമ്മുടെ കുട്ടപ്പനാവട്ടെ ആ ഒരു മാരക ജിപ്സുമായിട്ട് അവൾക്ക് നേരെ ചാടി വരും. ഇവൾ അവന്റെ മുൻപിലേക്ക് ഓടി വന്ന് അവിടെ നിലത്ത് വലിയൊരു ഓട്ട ഉണ്ടാക്കും. കുട്ടപ്പനാവട്ടെ ആ ഒരു ദ്വാരത്തിൽ സ്റ്റെക്കായി തെറിച്ചു പോകുമ്പോ നമ്മുടെ ആന്റി പോലും ഒന്ന് അത്ഭുതപ്പെടും. ഇത്ര ചെറുപ്പത്തിലെ ഇത്രയും വലിയ ജിപ്സു അവൻ എങ്ങനെ പഠിച്ചു? ഇവിടെ മാമനാവട്ടെ അവൻ എത്രയൊക്കെ ജിപ്സു പഠിച്ചു എന്ന് പറഞ്ഞാലും ഒരിക്കലും ആന്റിയുമായിട്ട് അവന് ഫൈറ്റ് ചെയ്ത് ജയിക്കാൻ സാധിക്കില്ല എന്ന് പറയും. അതിന് ആന്റി ദേഷ്യപ്പെട്ട് പറയും, ആരാണ് ഇവൻ ഈ ജിപ്സു പറഞ്ഞു കൊടുത്തത്? കാരണം ഈ ഒരു ജിപ്സു ഫോർത്ത് ഹൊക്കാഗയ്ക്കും ജിറയ്ക്കും മാത്രം അറിയാവുന്ന ഒന്നാണ്. ഞാനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ മാമനാവട്ടെ വലിയ കാര്യത്തില് കൈപൊക്കി മുമ്പോട്ട് വരും. നിനക്കാർക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് തീർച്ചയായിട്ടും അറിയില്ല. അതുകൊണ്ടാണ് ഈ പൊടിച്ചെറുക്കൻ ഇത്ര ചെറുപ്പത്തിലെ ഹൊക്കാഗെ ആകണമെന്നും പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് നടക്കുന്നത്. അപ്പൊ നമ്മുടെ കുട്ടപ്പന് കലിപ്പടിച്ച്, ഓ ചെറിയ പയ്യന്മാരെ നീ കുറച്ചിലായിട്ട് വിചാരിച്ചോ? നിനക്കറിയില്ല കുട്ടപ്പന്മാരുടെ ശക്തി. വെറും 3 ദിവസം കൊണ്ട് ഈ ജിപ്സു എല്ലാം തന്നെ ഞാൻ പഠിച്ചെടുക്കുമെന്ന് കുട്ടപ്പൻ പറയും. ഞാൻ ഇത്രയും നേരം ക്ഷമിച്ചു, ഇനി പറ്റില്ല. നിനക്ക് ഞാൻ 2 ചോയ്സ് തരാം. നിനക്ക് ഞാൻ ഒരാഴ്ച സമയം തരാം. അതിനുള്ളിൽ എല്ലാ ജിപ്സും നീ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നീ ഒരു ഹൊക്കാഗെ ആവും. മാത്രമല്ല എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ ഒരു ചെയിനും നിനക്കുള്ളതായിരിക്കും. ഉടനെ ജിഷു ഞെട്ടിയിരുന്നേക്കും. മറ്റാരുമല്ല, നമ്മുടെ അസിസ്റ്റന്റ് പെണ്ണ്. ആ മാലയില് അവക്കൊരു കണ്ണുണ്ടായിരുന്നു. കുട്ടപ്പനാവട്ടെ ഇത് കേൾക്കേണ്ട താമസം എനിക്കെങ്ങും വേണ്ട. നിന്റെ മാലയും ചീലയും എന്റെ സ്വപ്നം അതൊന്നു മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോ മാമനാവട്ടെ, കുട്ടപ്പ ആ ഒരു മാല ഉപയോഗിച്ചുകൊണ്ട് നിനക്ക് 3 മല തന്നെ വാങ്ങാൻ സാധിക്കും. അത് അത്രയധികം വിലയേറിയതാണ്. ഈ ലോകത്തിൽ തന്നെ അതൊരേ ഒരു പീസേ ഉള്ളൂ. മാത്രമല്ല അത് ഫസ്റ്റ് ഹൊക്കാഗയുടേതാണെന്ന് കൂടെ പറയുമ്പോ നമ്മുടെ കുട്ടപ്പന്റെ വായും കണ്ണും ഒരുപോലെ തുറന്നു പോകും. അപ്പൊ കുട്ടപ്പൻ ഓക്കെ ഞാൻ റെഡിയാണെന്ന് അവളുടെ അടുത്ത് പറയും. അഥവാ നീ തോക്കുകയാണെങ്കിൽ ഇത്രയും നാളും നീ കളക്ട് ചെയ്ത പൈസ അതെല്ലാം എനിക്ക് തരണമെന്ന് പറഞ്ഞ് കുട്ടപ്പന്റെ കയ്യിൽ നിന്ന് അവള് നേരത്തെ അടിച്ചു മാറ്റിയ അവന്റെ പേഴ്സ് എടുത്ത് കാണിച്ചു കൊടുക്കും. അങ്ങനെ ബെറ്റൊക്കെ വെച്ച് ആന്റി കടന്നു പോകുന്ന സമയത്ത് ആന്റിയുടെ അസിസ്റ്റന്റ് ടെൻഷനായിട്ട്, നീ എന്തായി പറയണേ? ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള മാല ആ പൊട്ടന് കൊടുക്കണമെന്നോ? നിനക്ക് വട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ നമ്മുടെ ആന്റി ആവട്ടെ അവനെ കൊണ്ട് ഒരിക്കലും ഈ ബെറ്റില് ജയിക്കാനാവില്ല എന്ന് പറഞ്ഞ് അവളെ കൂട്ടിയിട്ട് അവിടുന്ന് പോവും. കട്ട് ചെയ്താ നമ്മുടെ കുട്ടപ്പൻ മനസമാധാനായിട്ട് ഒന്ന് നടുനിവർത്താൻ പോകുമ്പോ ആരോ ഡോറിൽ ടക് ടക് എന്ന് മുട്ടും. ഇതാരാണ് എന്നും പറഞ്ഞ് കുട്ടപ്പൻ വാതിൽ തുറക്കുമ്പോ അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ ഷിസുൻ. അവള് പറയും, ഇത് നേരെ മോശമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ അത്യാവശ്യമായിട്ട് എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് അവള് പറയുമ്പോ കുട്ടപ്പനാവട്ടെ ആകാംക്ഷയോട് കൂടെ അവള് നോക്കി നിൽക്കും. ഓ ഐ എം വെരി സോറി, ഞാൻ വളരെ ബിസിയാണ്. എനിക്ക് നാളെ മുതൽ കൂലങ്കക്ഷമായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് കുട്ടപ്പൻ പറയുമ്പോ അപ്പൊ അവള്, നീ ആന്റിയെ കുറിച്ച് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മാത്രമല്ല ആ മാലയ്ക്ക് പിന്നില് വേറെ രഹസ്യം കൂടിയുണ്ട്. അവളെ കുറിച്ച് ഒരുപക്ഷെ നിനക്കറിയാമായിരുന്നെങ്കിൽ ഒരിക്കലും നീ അവളുടെ അടുത്ത് അങ്ങനെ സംസാരിക്കില്ലായിരുന്നു. ഒരു കാലത്ത് അവൾക്ക് ഏറ്റവും വലുത് അവളുടെ വില്ലേജ് മാത്രമായിരുന്നു. പക്ഷെ ആ ഒരു ദിവസം എല്ലാം മാറ്റിമറിച്ചുവെന്ന് അവള് പറയുമ്പോ കുട്ടപ്പൻ വണ്ടടിച്ച്, ഏത് ദിവസം? അന്ന് എന്ത് സംഭവിച്ചു എന്ന് അവളുടെ അടുത്ത് ചോദിക്കും. അതിനവള് പറയും, ആ ദിവസം അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അവളെ മുഴുവനായിട്ടും അത് മാറ്റിമറിച്ചു. അവളുടെ കഴിവ്, പവറ് എല്ലാം തന്നെ ആ മാലയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവളുടെ ഏറ്റവും വലിയ പവറ് ആ മാലയാണ്. ഒരുപക്ഷെ ബെറ്റിൽ നീ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ മാല നീ ഇടരുതെന്ന് അവള് പറയും. ആ നെക്ലേസ് അത് സുനൈനെ അല്ലാതെ മറ്റാരിട്ടാലും അവരപ്പം തന്നെ മരിച്ചു പോകും. ഇത് കേട്ട് നമ്മുടെ ആളുടെ കാറ്റ് പോകുമ്പോ ഇവിടെ സുനൈനെ ആവട്ടെ അവൾ ഒരുപാട് ഉയരത്തിലിരുന്ന് ആ നെക്ലേസ് നോക്കി അവളുടെ അനിയനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും. കട്ട് ചെയ്ത ഒരു ഫ്ലാഷ് ബാക്കില് അവളുടെ അനിയനെ കാണിക്കും. ഇവന്റെ പേര് നവക്കി എന്നാണ്. അവന്റെ 12ാമത്തെ ബർത്ത്ഡേക്ക് നമ്മുടെ ആന്റി ആവട്ടെ അവനൊരു ഗിഫ്റ്റ് കൊടുക്കും. അത് ഇഷ്ടപ്പെടാത്ത അനിയൻകുട്ടനാവട്ടെ, എനിക്ക് വേണ്ട, ഞാൻ കുഞ്ഞി കുക്കുടുവാവയൊന്നുമല്ല, അതുകൊണ്ട് തന്നെ ഈ ഗിഫ്റ്റ് ഞാൻ മേടിക്കില്ല എന്ന് പറയുമ്പോ ആ ബോക്സ് തുറന്നു നോക്കിയാല് അതില് അതേ നെക്ലേസ്. ഇത് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ ആണ്. ഇന്നു മുതല് ഇത് നിന്റെ ചുമതലയാണെന്ന് പറയുമ്പോ നമ്മുടെ കൊച്ചിനാവട്ടെ ചങ്കടം വന്ന് ചേച്ചിയെ കെട്ടിപ്പിടിക്കും. ഈ നെക്ലേസ് പോലെ തന്നെ ഈ ഗ്രാമവും നമ്മുടെ ഗ്രാൻഡ് ഫാദറിന്റെ ആണ്. തീർച്ചയായിട്ടും അതിനെ ഞാൻ സംരക്ഷിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ടും ഞാൻ ഒരു ഹൊക്കാഗെയായി മാറുന്നു പറഞ്ഞ് അവൻ തുള്ളിച്ചാടും. അവക്ക് അവളുടെ അനിയനോട് ഒരുപാട് സ്നേഹമാണ്. അങ്ങനെ ഒരു ദിവസം മഴയുള്ള ഒരു രാത്രി അവള് പേടിച്ചരണ്ട് ഒരു മലയിലേക്ക് ഓടിക്കേറി വരും. ജിറയമാവൻ അവളെ തടഞ്ഞു വെക്കുമെങ്കിലും ഒറോച്ചിമാറും ആവട്ടെ, നീ തീർച്ചയായിട്ടും കാണണം, കണ്ടാലും മാത്രമേ അത് നിന്റെ അനിയനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോ മാമന് കലിപ്പടിക്കും. ഞാനിപ്പോ ഒരു അടിപൊളി യുദ്ധത്തിലായിരുന്നു. ആ യുദ്ധത്തില് അവൻ മരിച്ചുപോയി.
ഇതാണ് എനിക്ക് അവനിൽ നിന്ന് കിട്ടിയ അടയാളം എന്ന് പറഞ്ഞ് ആ മാല എടുത്ത് കാണിക്കുമ്പോഴായിരിക്കും നമ്മുടെ പെങ്കൊച്ച് ഷോക്കാവുക. അത് അവളുടെ അനിയനാണ്. അവളിരുന്ന് കരയാണ്. നെക്സ്റ്റ് ഡേ മീറ്റിംഗിൽ സുനൈര എഴുന്നേറ്റ് നിന്ന് എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ ടീം തന്നെ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെന്ന് അവള് പറയുമ്പോ അപ്പോൾ ഒരു താടിക്കാരൻ പറയും, ഇപ്പൊ ഓൾറെഡി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു മെഡിക്കൽ ടീം ഉണ്ടാക്കുക എന്നത് വളരെയധികം പ്രയാസമുള്ളതാണ്. സോ നമ്മൾ ആദ്യം യുദ്ധം എങ്ങനെയെങ്കിലും തടയണം. അതിന്റെ ഇടയിൽ ഇമാതിരി പരിപാടിയൊന്നും വേണ്ടെന്ന് പറയുമ്പോ നമ്മുടെ പെങ്കൊച്ച് ദേഷ്യപ്പെട്ട് പറയും, ഇപ്പൊ ഇതിന്റെ ആവശ്യം വളരെയധികമാണ്. അപ്പൊ അതേസമയം അതിലൊരാള് അവളെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. ശത്രുക്കളെ മാത്രം നോക്കി നിന്നാല് യുദ്ധം കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ആരും ബാക്കി ഉണ്ടാവില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ പെങ്കൊച്ചാവട്ടെ അവളെ സപ്പോർട്ട് ചെയ്തതിൽ അവന്റെ അടുത്ത് താങ്ക്സ് പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ക്സ് ഒക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് രസിച്ച് അവര് രണ്ടുപേരും അങ്ങനെ നടന്നു പോവും. ഇത് എന്റെ അനുജത്തി സ്ഥിരമായിട്ട് നടന്നു പോകാറുള്ള വഴിയാണ്. എനിക്കിത് ഒരുപാട് ഇഷ്ടമാണെന്ന് അവൻ പറയുമ്പോൾ പക്ഷെ ഇപ്പൊ അവള് ജീവനോട് കൂടെ ഇല്ല. ലീഫ് വില്ലേജില് പണ്ട് നടന്ന രാത്രി യുദ്ധത്തില് അവൾ മരിച്ചുപോയി. ഏകദേശം നമ്മുടെ ആന്റിയുടെ അതേ സ്റ്റോറി. അവൾക്ക് അവളുടെ അനിയൻ നഷ്ടപ്പെട്ടു, അവന് അവളുടെ അനിയത്തി നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഡേ അവര് വീണ്ടും മീറ്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അടുത്ത യുദ്ധത്തില് ഞാൻ എല്ലാവരെയും കൊല്ലും പൊന്നെ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ട് എനിക്ക് എല്ലാം സാധിക്കുമെന്ന് പറഞ്ഞ് അവൻ നൈസായിട്ട് നമ്മുടെ ആന്റിക്ക് ഒരു ചുംബൻ അങ്ങ് കൊടുക്കും. വാവേ എന്നൊക്കെ പറഞ്ഞ് കുറുവിക്കൊണ്ടിരിക്കും. തൽക്ഷണം നമ്മുടെ രണ്ടാൾക്കാരും അവിടെ ലവ് ബേർഡ്സുകളായി മാറും. കട്ട് ചെയ്ത നെക്സ്റ്റ് യുദ്ധത്തിൽ നമ്മുടെ നായകനാവട്ടെ ചോരയൊലിപ്പിച്ച് ജീവന്റെയും മരണത്തിന്റെ ഇടയിൽ പോരാടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പെങ്കൊച്ചാവട്ടെ അവന് വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്ത് അവനെ എങ്ങനെയെങ്കിലും ബാക്ക് ടു നോർമൽ ആക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് മരിക്കണ്ട, എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളെ രക്ഷിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുമെങ്കിലും അവൻ പതിയെ പതിയെ അവിടെ മരിച്ചു പോകും. അവന്റെ ബ്ലഡ് മുഴുവൻ അവളുടെ കയ്യിലായത് കണ്ട് അവൾ പേടിച്ചലറാൻ തുടങ്ങും. അന്നു മുതലാണ് നമ്മുടെ പെങ്കൊച്ചിന് ബ്ലഡ് പേടിയായി തുടങ്ങിയത്. അങ്ങനെയാണ് നമ്മുടെ ആന്റിയുടെ ഫ്ലാഷ് ബാക്ക് എന്ന് ഇവിടെ പെണ്ണു പറയുമ്പോൾ കുട്ടപ്പനാവട്ടെ എനിക്ക് പ്രാക്ടീസ് ചെയ്യണം, ഞാൻ പുറത്തേക്ക് പോവാണെന്നും പറഞ്ഞ് ഒരു കാട്ടിൽ വന്ന് അവിടെയുള്ള മരത്തിലും കല്ലിലും ഒക്കെ ഇടിച്ചിടിച്ച് അവൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കും. കട്ട് ചെയ്ത നമ്മുടെ ആന്റിയും ഷിനോയും ആവട്ടെ ഒരു തട്ടുകടയിൽ വന്ന് അവിടുത്തെ ഏറ്റവും കൂറ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. വാവ്, ദിസ് ഫുഡ് ഈസ് അമേസിംഗ് എന്നും പറഞ്ഞ് അവിടേക്ക് മാമൻ കയറി വന്ന് ഒരു 5 മിനിറ്റ് ഷിനോയോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടും. എന്നിട്ട് ആന്റിയോട് ചില സീക്രട്ടുകളൊക്കെ പറയാൻ തുടങ്ങും. ഇപ്പൊ ഒരുപാട് നാളായി അവള് ആ മാല കാത്തു സൂക്ഷിക്കുന്നു. മാത്രല്ല എല്ലാ തവണയും ഗാംബ്ലിങ്ങില് അവള് തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അമ്മാവൻ, നീ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടപ്പനെ കുറിച്ചല്ലേ? അതിനവള് ഒരിക്കലുമില്ല, ഞാൻ അവനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. അവൻ വെറും ഒരു മണ്ടൻ കുട്ടപ്പനാണ്. അവനെ കൊണ്ട് ഒരിക്കലും ഒരു ഗുണോയിച്ചയായി മാറാൻ സാധിക്കില്ല. ഒരാഴ്ച പോയിട്ട് ഒരു വർഷം എടുത്താലും അവനെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് അവൾ അടിച്ചു പറയും. ഉടനെ മാമൻ പറയും, പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്തൊരു ബെറ്റ്? അതിരിക്കട്ടെ, നീ എപ്പോഴാണ് ഒറോച്ചിമാറുവിനെ കാണാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോ ഉടനെ അവൾ ഞെട്ടി എഴുന്നേക്കും. ഇവനെങ്ങനെ ഇത് മനസ്സിലായി? നിന്റെ അസിസ്റ്റന്റിന്റെ ടെൻഷൻ കണ്ടപ്പോ എനിക്ക് കാര്യം പിടികിട്ടി. നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷം മാത്രമേ നീ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. മാമൻ പറയും, നീ ഒരു ഹൊക്കാഗെയാണ്, സ്വന്തം ഗ്രാമത്തിനു വേണ്ടി ജീവൻ പോലും കൊടുക്കാൻ വിധിക്കപ്പെട്ടവൾ. എല്ലാവരെക്കാളും നിനക്ക് നമ്മുടെ ഗ്രാമത്തോട് ഉത്തരവാദിത്വമുണ്ട്. അതല്ല നീ ഗ്രാമത്തെ ദ്രോഹിക്കാനാണ് ചിന്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ തന്നെ നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് ജിറയ്യ പറയും. നമ്മുടെ വില്ലേജിനെ ഇത്രയധികം കെയർ ചെയ്ത മറ്റൊരാളുമില്ല, നിനക്ക് മാത്രം. നിന്നെ കൊണ്ട് മാത്രമേ നമ്മുടെ ഗ്രാമത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്ന് സെന്റിമെന്റ്സ് അടിച്ചുകൊണ്ടേയിരിക്കുമ്പോ ആന്റി ടെൻഷനായിട്ട്, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, നീ എന്തിനാണ് ആ ഒരു കുട്ടപ്പനെ കൂട്ടിക്കൊണ്ടുവന്നത്? കുട്ടപ്പന്റെ മുഖം കണ്ട് നമ്മുടെ ആന്റിക്ക് അവളുടെ അനിയന്റെ ഓർമ്മ വരും. കാരണം അവർ രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ്. മാത്രമല്ല അവർക്ക് രണ്ടുപേർക്കും ഹൊക്കാഗെ ആവണം. അവള് വീണ്ടും വീണ്ടും അവളുടെ അനിയനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ കാടും മലയൊക്കെ ചാടിക്കടന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഞാൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യും? ഇപ്പൊ തന്നെ എന്റെ കാര്യത്തില് ഏകദേശം തീരുമാനമായി. കട്ട് ചെയ്ത നൈറ്റ് നമ്മുടെ മാമൻ ഞെട്ടി എഴുന്നേക്കുമ്പോ കുട്ടപ്പനെ കാണില്ല. അവൻ രാത്രിയെന്ന് പോലും നോക്കാതെ പ്രാക്ടീസ് ചെയ്യുന്ന കാണുമ്പോ നമ്മുടെ അമ്മാവന്റെ കുരുപൊട്ടും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് ആന്റിയുടെ മനസ്സില് ഇപ്പൊ ഓരോരുത്തരായിട്ട് കടന്നു വരും. ഒറോച്ചി മാറു അവൾക്ക് മുൻപിൽ വെച്ച ഡീല്, മാമൻ പറഞ്ഞ കാര്യങ്ങള്, അവളുടെ അനിയന്റെ മുഖം, അസിസ്റ്റന്റിന്റെ മുഖം, അങ്ങനെ എല്ലാവരുടെയും മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു വരും. അങ്ങനെ ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. സോ ഗായ്സ്, എങ്ങനെയുണ്ട്?
അടിപൊളിയല്ലേ? എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പൊ അടുത്തൊരു തട്ടുപൊളിപ്പൻ എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോഡ്.